പി എസ് സുനിൽ, ഡൽഹിയിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? എയർ ക്വാളിറ്റി ഇൻഡെക്സ് കുറഞ്ഞു തന്നെയാണോ ഇരിക്കുന്നത്? കൊച്ചിയിലും ഏകദേശം ആ അവസ്ഥയിലാണ്. പക്ഷെ മൂന്നാറിലടക്കം നല്ല തണുപ്പുമുണ്ട്. പൊതുവേ കേരളത്തിൽ നല്ല തണുപ്പ് ഏറി വരുന്നു. അപ്പോൾ ഡൽഹിയിലെ കാര്യം പറയണ്ടല്ലോ, തണുപ്പ് കൂടുന്നുണ്ട് അല്ലേ? അതേപോലെ പുകമഞ്ഞും. അരുൺ, തീർച്ചയായും ഈ പുകമഞ്ഞ് തന്നെയാണ്. നല്ല തണുപ്പുണ്ട്. ഇന്ന് രാവിലെയൊക്കെ തന്നെ 7 ഡിഗ്രി 8 ഡിഗ്രിയൊക്കെയാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഈ ഒരു നവംബർ മാസം പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്നത് കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും തണുത്ത നവംബർ മാസമാണ് കഴിഞ്ഞു പോയത് എന്നാണ്. അപ്പോൾ ഈ ഡിസംബർ മാസവും തണുപ്പിന്റെ കാര്യത്തിൽ റെക്കോർഡ് സൃഷ്ടിക്കും എന്നൊക്കെയാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വലിയ തണുപ്പ് ഈ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ ഈ ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ കാണുന്നതിനേക്കാൾ നല്ല തണുപ്പ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, തണുപ്പിനൊപ്പം തന്നെ നല്ല പുകയുമാണ്. മലിനീകരണ തോത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മലിനീകരണമുണ്ട്. പുകമഞ്ഞ് ഇപ്പോഴും നമുക്ക് അന്തരീക്ഷത്തിൽ കാണാൻ കഴിയും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റ് വീശിയപ്പോൾ ഈ പുകമഞ്ഞിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത് 300-നും 400-നും ഇടയിൽ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. പക്ഷേ 400-ന് മുകളിലേക്ക് പോയ ആ ഒരു സാഹചര്യത്തിൽ മാറ്റം വന്നു എന്നത് ആശ്വാസമാണ്. ഏതായാലും ഈ പുകമഞ്ഞിനൊപ്പം ഈ പുകമഞ്ഞ് ശ്വസിച്ച് നല്ല തണുപ്പ് ഏതായാലും ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. ഇത്തവണ തണുപ്പ് റെക്കോർഡ് സൃഷ്ടിക്കും എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി വരെ പോകും എന്നതൊക്കെ തന്നെ കാത്തിരുന്ന് കാണണം. ഞാൻ കഴിഞ്ഞ മാസം ശ്രീനഗർ മേഖലയിലേക്ക് പോയപ്പോൾ അവിടെയും പറഞ്ഞു കേട്ടത്, ആളുകളൊക്കെ പറയുന്നത് പതിവിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു എന്നതാണ്. അപ്പോൾ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ഒരു സമാനമായ രീതിയിൽ തന്നെ ഈ ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പിലേക്ക് കാലാവസ്ഥ മാറുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഓക്കെ, താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 7:57. ഈ തണുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ഈ ഷോപ്പിൽ നിന്ന് ഇനി ഈ 2 മാസത്തേക്ക് ഒരു ഡ്രൈ ക്ലോത്ത് ഉണ്ടല്ലോ, ഈ വാം ക്ലോത്ത് വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അത് ബനിയൻ പോലെ ഒരു ഇന്നർ പോലെ കിടക്കുന്നതാണ്. കാര്യം ചില കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ന്യൂമോണിയ വരാനുള്ള സാധ്യത, അതേപോലെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന കുട്ടികളുണ്ട്. പെട്ടെന്ന് കഫൊക്കെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല വാം ക്ലോത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക. അത് അത്യാവശ്യം ശരീരം മുഴുവൻ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അതിന് പുറത്ത് യൂണിഫോം ഇട്ട് നിങ്ങൾ സ്കൂളിലേക്ക് വിടുക. കുഞ്ഞുങ്ങളെ തണുപ്പുണ്ട്. കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത ഒരു തണുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാവാം. പലയിടങ്ങളിലുമൊക്കെ ഇപ്പോൾ കുളത്തൂപ്പുഴ, അഞ്ചൽ, പുനലൂർ ഭാഗങ്ങളിലുമൊക്കെ മൂന്നാറിന് സമാനമായ സാഹചര്യമായിരുന്നു. മൂന്നാറിലാണെങ്കിൽ 9 ഡിഗ്രിയിലേക്ക് തണുപ്പ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ വീണ്ടും തണുത്തേക്കാം നമ്മൾ.